ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 8. അഭ്യാസയോഗയുക്തേന ചേതസാനാന്യകാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. വിവർത്തനം. എന്നെ പരമദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും. ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അവിടുത്തെ സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രോച്ചാരണത്താൽ കൃഷ്ണസ്മരണ പുനരുജ്ജീവിക്കപ്പെടും. ഭഗവത് നാമം ഉരുവിടുന്നത് കൊണ്ടും അതിൻ്റെ സ്പന്ദനങ്ങൾ ശ്രോത്രങ്ങളിൽ ഉൾപ്പോകുന്നത് കൊണ്ടും കാതും നാവും മനസ്സും പ്രവർത്തന നിരതമാകുന്നു. പരിശീലിക്കാൻ എളുപ്പമുള്ളതാണ് ഈ ധ്യാനം. ഭഗവത് പ്രാപ്തിക്ക് സഹായകമാവുകയും ചെയ്യും. പുരുഷൻ എന്നാൽ ആസ്വദിക്കുന്നവനെന്നർത്ഥം. ജീവാത്മാക്കൾ ഭഗവാന്റെ തടസ്ഥ ശക്തികൾ തന്നെയെങ്കിലും അവരെ ഭൗതികതാ മാലിന്യങ്ങൾ ബാധിച്ചിരിക്കുന്നു. തങ്ങളാണ് പരമാസ്വാദകരെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ അതല്ല വാസ്തവം. പരമപുരുഷനായ ഭഗവാനാണ് ഉത്കൃഷ്ടനായ പരമാസ്വാദകൻ. അവിടുത്തെ നാരായണൻ, വാസുദേവൻ തുടങ്ങിയ രൂപവിസ്തരണങ്ങളും അങ്ങനെ തന്നെ. ഇതിവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു ഭക്തന് ഹരേ കൃഷ്ണ ജപത്താൽ തൻ്റെ ആരാധനാമൂർത്തിയായ ഭഗവാനെ നാരായണൻ, കൃഷ്ണൻ, രാമൻ എന്നിങ്ങനെ ഏതു രൂപത്തിലും നിരന്തരം സ്മരിക്കാം. ഈ പതിവ് അയാളെ ശുദ്ധീകരിക്കും. നിരന്തരമായ നാമജപം കൊണ്ട് അയാൾ ജീവിതാവസാനം ദൈവസാമ്രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടും. അന്തര്യാമിയായ പരമാത്മാവിനെ ധ്യാനിക്കലാണ് യോഗാനുഷ്ഠാനം. അതുപോലെ ഹരേ കൃഷ്ണ നാമജപവും മനസ്സിനെ സ്ഥിരമായി പരമപുരുഷനിൽ ഉറപ്പിക്കുന്നു. മനസ്സിനെ കൃഷ്ണനിൽ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മനസ്സ് ചപലമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ബലം പ്രയോഗിക്കേണ്ടി വരും. ശലഭമായി തീരാൻ തീവ്ര അഭിലാഷമുള്ള പുഴു അതേ ജന്മത്തിൽ തന്നെ ശലഭമായി മാറുന്നത് കാണാം. പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണിത്. നിരന്തരം കൃഷ്ണനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്കും കൃഷ്ണൻ്റേതുപോലുള്ള രൂപം ലഭിക്കാവുന്നതാണ്. ശ്ലോകം 9. കവിം പുരാണമനുശാസിതാ രമണോരണീയാം സമനുസ്മരേദ്യഃ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. വിവർത്തനം. സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലത്തിൻ്റെയും പരിപാലകനും ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനും അചിന്യരൂപനും ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തിയെന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന്. ഭാവാർത്ഥം. പരമപുരുഷ ധ്യാനത്തെ വിവരിക്കുകയാണ് ഈ ശ്ലോകം. ഭഗവാനെ അവ്യക്തഗതനായോ ശൂന്യതയായോ പ്രതിപാദിച്ചിട്ടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു. അത്തരം ധ്യാനത്തിന് പ്രയാസം കൂടും. ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുപോലെ കൃഷ്ണധ്യാനമാകട്ടെ പ്രയാസമില്ലാത്തതാണ്. ഒന്നാമതായി ഭഗവാൻ പുരുഷൻ വ്യക്തിയാണ്. രാമനെന്ന വ്യക്തിയെക്കുറിച്ചോ കൃഷ്ണനെന്ന വ്യക്തിയെക്കുറിച്ചോ ആയിരിക്കും നാം ചിന്തിക്കുക. ഇവരിൽ ആരായിരുന്നാലും ശരി, അദ്ദേഹത്തെ വിവരിച്ചു തരുന്നു ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം. കവിയാണ് ഭഗവാൻ, അതായത് ഭൂത ഭാവി വർത്തമാനങ്ങളെ അറിയുന്നവൻ. അതുകൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണ്. ആദിപുരുഷനാണ്. എല്ലാറ്റിൻ്റെയും ഉറവിടമാണ് അവിടുന്ന്. എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ജനിക്കുന്നു. വിശ്വനിയന്താവും മാനവരാശിയുടെ പോഷകനും ഗുരുവുമാണ് അദ്ദേഹം. അണുവിനേക്കാളും ചെറിയ രൂപം കൈക്കൊള്ളുവാൻ ഭഗവാനു കഴിയും. ഒരു
കേശാഗ്രത്തിൻ്റെ 10,000-ലൊരംശമേ വലിപ്പമുള്ളൂ ഒരു ജീവാണുവിന്. അങ്ങനെയുള്ള ജീവസത്തയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ചെറുതാണ്. തന്മൂലം അദ്ദേഹത്തെ അണുവിനേക്കാൾ ചെറിയവനെന്ന് പറയുന്നു. പരമോന്നതനെന്ന നിലയിൽ അദ്ദേഹത്തിന് അണുവിലും പ്രവേശിക്കാം. ലഘുതമമായ ജീവാത്മാക്കളുടെ ഹൃദയങ്ങളിലും പ്രവേശിച്ച് പരമാത്മരൂപേണ അവയെ നിയന്ത്രിക്കാം. അണുപ്രായനെങ്കിലും സർവവ്യാപിയും സർവരക്ഷകനുമാണ് അദ്ദേഹം. ഗ്രഹവ്യൂഹങ്ങളെ നിലനിർത്തിപ്പോരുന്ന ആദിപുമാൻ. ഈ മഹാഗ്രഹങ്ങൾ അന്തരീക്ഷത്തിൽ നീന്തി നടക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഭഗവാനാണ് തൻ്റെ അചിന്ത്യ പ്രഭാവം കൊണ്ട് ഈ മഹാഗ്രഹങ്ങളെയും ക്ഷീരപഥങ്ങളെയും പുലർത്തിപ്പോരുന്നതെന്നിവിടെ പ്രസ്താവിക്കുന്നു. ഇത്തരുണത്തിൽ അചിന്ത്യം എന്ന പദം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഭഗവാന്റെ ശക്തിപ്രഭാവം നമ്മുടെ ചിന്തയ്ക്കും അതീതമാണ്. അതുകൊണ്ട് അചിന്ത്യമെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ ആർക്ക് എതിരഭിപ്രായം പറയാനാവും? ഭൗതിക പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്നുവെങ്കിലും അതിനും അതീതനാണ് അദ്ദേഹം. ആധ്യാത്മിക ലോകത്തോട് ഉപമിച്ചാൽ എത്രയും നിസ്സാരമായ ഈ ഭൗതിക ലോകത്തെ തന്നെ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടല്ലേ അതിനപ്പുറത്തുള്ളവയെ? ഇങ്ങനെ ഭൗതികാതീതമായുള്ളതിനെയാണ് അചിന്ത്യ പദം കൊണ്ട് നിർവചിക്കുന്നത്. നമ്മുടെ വാദഗതികൾക്കോ തത്വചിന്താപരങ്ങളായ അഭ്യൂഹങ്ങൾക്കോ പിടികിട്ടാത്തവയെ അചിന്ത്യമെന്ന് പറയണം. അതുകൊണ്ട് വ്യർത്ഥവാദങ്ങളിലും അഭ്യൂഹങ്ങളിലും പെടാതെ വേദങ്ങളുടെയും ഗീതാ ഭാഗവതാദി ധർമ്മഗ്രന്ഥങ്ങളുടെയും സൂക്തങ്ങളെ അംഗീകരിച്ച് അനുസരിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്. ഇത് അയാളെ ജ്ഞാനത്തിലേക്ക് നയിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.